എന്താ ഡാഡി ഇങ്ങനെ നോക്കുന്നത്? നീ അവനെ മറക്കണം. അതെന്താ ഡാഡി? ഇതിനു മുൻപ് എല്ലാം സമ്മതിച്ചതല്ലേ? അപ്പ സമ്മതിച്ചെങ്കിലും ഇപ്പൊ വേണ്ടെന്ന് തോന്നുന്നു. സോറി ഡാഡി. ഡാഡി പോലെ എപ്പോഴും എപ്പോഴും വാക്ക് മാറ്റി പറയാൻ എനിക്ക് പറ്റില്ല. ആദ്യം ഈ പിടിവാശിയ കളയേണ്ടത്. ഞാൻ നിന്റെ ശത്രുവല്ല മോളെ, സ്വന്തം അച്ഛനാ. ഞാൻ എന്തിനാ ഇത് പറയുന്നത് നീ ബുദ്ധിപൂർവ്വം ഒന്ന് ആലോചിക്കേ. ആലോചിച്ചിട്ട് തന്നെയാ. സ്നേഹം ബുദ്ധിയിൽ നിന്നുണ്ടാകേണ്ടതല്ല ഡാഡി, ഹൃദയത്തിൽ നിന്നുണ്ടാകേണ്ടത്. സ്നേഹത്തെക്കുറിച്ചൊന്നും നീ ഇങ്ങനെ വലിയ ആൾക്കാരെ പോലെ സംസാരിക്കണ്ട. നീ കൊച്ചുകുട്ടിയാ, ആ രീതിയിലേ സംസാരിക്കാവൂ. അവനെ അങ്ങ് മറന്നേക്ക. ബണ്ണിയെ മറക്കണമെങ്കിൽ ഞാൻ മരിച്ചു പോണം. അത് വേണ്ട മോളെ, ഞാൻ തന്നെ മരിച്ചേക്കാം. എന്റെ വാക്കിന് വിലയില്ലെങ്കിൽ പിന്നെ ഞാൻ എന്തിനാ ഇങ്ങനെ ജീവിക്കുന്നത്? അവനെ മറക്കാവുന്ന നീ എനിക്ക് പ്രോമിസ് ചെയ്യേ, ഇല്ലെങ്കിൽ ഞാൻ കിടന്ന് ചാവും. നീ അവനെ മറക്കാവുന്ന ആദ്യം എനിക്ക് പ്രോമിസ് ചെയ്യേ. എന്താ അങ്കിൾ? എന്താ മഹി? എന്ത് പറ്റി? അദ്ദേഹം പോയിസൺ കഴിച്ചു ബണ്ണി ഹോസ്പിറ്റലിൽ പോകുന്നിട്ട് വരുന്നില്ല. ആന്റി വേഗം പോയി ആംബുലൻസിൽ ഫോൺ ചെയ്യും. അവിടെ നിക്കടാ, നിനക്കൊരു ബാഡ് ന്യൂസ്. അല്പസമയത്തിനുള്ളിൽ നിന്നെ എന്റെ മകളിൽ നിന്ന് അകറ്റി പട്ടിയെ കൊല്ലും പോലെ കൊല്ലും ഞാൻ. നിങ്ങൾക്ക് ആ ബാഡ് ന്യൂസ്. നിങ്ങൾ ഇപ്പൊ പരലോകത്തേക്ക് പോകാൻ പോവാ. കുടിച്ചതേ ഡമ്മി പോയിസൺ അല്ല, ശരിക്കും പോയിസണാ. ബോട്ടിൽ മാറ്റിയത് ഞാനാ. കണ്ടില്ലേ ഡാഡി, ബണ്ണിയെ മറക്കണമെന്ന് പറഞ്ഞല്ലോ. അപ്പൊ ബണ്ണി വന്നില്ലായിരുന്നെങ്കിൽ ഇപ്പൊ എന്താകുമായിരുന്നു ഡാഡി? എടാ സത്യ, ഡമ്മി പോയിസൺ കഴിക്കാൻ പറഞ്ഞിട്ട് ഒറിജിനൽ കഴിച്ചിരിക്കുന്നു. വിവരം കേട്ടത് ഞാൻ സത്യനല്ല, ബണ്ണി. നിന്റെ മുരളിക കേൾക്കുമ്പോൾ എൻ മനസ്സ്. ആരും വന്നിടിക്കല്ലേ, കണ്ണു കാണാത്തൊരു പാവാണേ. ആന്റി കുറച്ചേരൊന്ന് പുറത്തിരിക്കാവോ? എനിക്ക് അങ്ങളോടൊന്ന് പേഴ്സണലായിട്ട് സംസാരിക്കണം. നീ കുടിച്ചില്ല? എന്താ അങ്കിൾ, എങ്ങനെയുണ്ട്? നിനക്ക് മതിയായില്ലടാ, അങ്ങനെ ഒന്നും ചാവില്ല ഞാൻ. ഞാനൊരു സത്യം പറയട്ടെ, അങ്കിൾ കഴിച്ച പോയിസൺ ഒറിജിനൽ അല്ല, ഡമ്മി ആയിരുന്നു. ഇതാ നോക്ക്, നിങ്ങൾ ബുദ്ധിമാനാണെങ്കിൽ ഞാൻ അതിബുദ്ധിമാനാ. നിങ്ങൾ കില്ലാടിയാണെങ്കിൽ ഞാൻ ജഗ കില്ലാടിയാ. നിങ്ങൾ പോക്കരിയാണെങ്കിൽ ഞാൻ ഉഗ്രം പോക്കരിയാ. അതുകൊണ്ട് കൂടുതൽ വേലത്തരൊന്നും എന്നെ അടുത്തിറക്കാൻ നോക്കണ്ട. നിങ്ങളുടെ എല്ലാ സ്വത്തുക്കളും മോളെ എന്നെ ഏൽപ്പിക്കേ, ലാവിഷായി നോക്കിക്കോളാം. അതൊന്നുകൂടെ പറഞ്ഞേ. നിങ്ങളുടെ എല്ലാ സ്വത്തുക്കളും മോളെ എന്നെ ഏൽപ്പിക്കേ, ലാവിഷായി നോക്കിക്കൊള്ളാമെന്ന്. ഓക്കെ, ഞാൻ തോറ്റിരിക്കുന്നു. ഒക്കെ സമ്മതിച്ചിരിക്കുന്നു. എത്രയും വേഗം മുഹൂർത്തം കുറിക്കാം. അങ്കിൾ, ഞാൻ ഷൂ ഇടുമ്പോഴെല്ലാം ഓർക്കാറുണ്ട്, ഈ കാല് കഴുകാൻ പോകുന്ന ലക്കി ഫെല്ലോ ആരാന്ന്. ആ ചാൻസ് അങ്കിളിന് കിട്ടി. അതിരിക്കട്ടെ, സ്ത്രീധനമായിട്ട് നിനക്ക് എന്താ വേണ്ടത്? നിങ്ങളുടെ മുഴുവൻ സ്വത്തുക്കളും വേണം. എന്റെ കാലശേഷം എല്ലാം നിനക്കുള്ളതല്ലേ? നിങ്ങൾ മരിച്ചു കഴിഞ്ഞാൽ എനിക്ക് സ്വത്തുക്കൾ വേണ്ടത്, ജീവിച്ചിരിക്കുമ്പോൾ തന്നെ വേണം. എന്റെ മോളേക്കാൾ വലുത് നിനക്ക് സ്വത്തുക്കളാണോ? നിങ്ങൾ വളച്ചു ചുറ്റൊന്നും വേണ്ട, വേണമെങ്കിൽ മതി. ശരി, ഡോക്യുമെന്റ്സ് റെഡിയാക്കിയിട്ട് ഞാൻ അറിയിക്കാം. പൊയ്ക്കോ. താങ്ക്സ്. കേട്ടല്ലോ, ഞാൻ മരിക്കാൻ തുടങ്ങിയിട്ട് പോലും എന്റെ മോളുടെ മനസ്സ് മാറിയില്ല. അവനെ മറക്കാവുന്ന ഒരു വാക്ക്, അങ്ങനൊരു വാക്ക് ഇനിയെങ്കിലും എന്റെ മോൾക്ക് എന്നോട് പറഞ്ഞൂടെ? പറഞ്ഞു കൊടുത്തേ. അവനെ എനിക്ക് വേണ്ട ഡാഡി. വണ്ടി എടുക്കടാ. കണ്ടില്ലേ മമ്മി, ഞാൻ എത്ര സ്നേഹിച്ചത് അവനെ. പക്ഷെ അവൻ എന്റെ സ്വത്തുക്കളെ മാത്രമല്ല സ്നേഹിച്ചത്. അവനെ ഞാൻ അത്രയേറെ സ്നേഹിച്ചതുകൊണ്ടല്ലേ എന്റെ ഡാഡി പോലും തള്ളി പറയേണ്ടി വന്നത്. അമ്മ എന്താ ഒന്നും പറയാത്തത്? ഞാൻ എന്തെങ്കിലും പറഞ്ഞു തുടങ്ങിയാൽ എല്ലാം തുറന്നു പറയേണ്ടി വരും.
നിനക്കെന്റെ സ്വത്തുക്കൾ വേണോ അല്ലേ? പട്ടിയെ കൊല്ലുന്ന പോലെ നിന്നെ ഞാൻ കൊല്ലാൻ പോവാ. അവനെ നീ വെറുക്കുന്നതിന് മുമ്പ് ഇനിയെങ്കിലും അവൻ ആരാണെന്ന് നീ അറിയണം. നിന്നെ കുറിച്ച് എല്ലാം അറിയേണ്ട കാര്യം എനിക്കെന്താടാ? നിങ്ങളത് അറിയണം. ഒരു നിമിഷം നിങ്ങളൊന്ന് തിരിഞ്ഞു നോക്ക്. അപ്പോ നീ രാജരാമവർമ്മയുടെ മകൻ. അവൻ നിന്റെ കോളേജിൽ ചേരാൻ കാരണം ഞാനാ. നിന്നെ പ്രേമിക്കാൻ കാരണവും ഞാനാ. അവനെ വളർത്തിയതും പഠിപ്പിച്ചതുമെല്ലാം ഞാനാ. അവൻ സ്വത്തുക്കൾ ചോദിച്ചത് അവൻ അനുഭവിക്കാൻ വേണ്ടിട്ടല്ല, എന്റെ ചേട്ടന്റെ ലക്ഷ്യത്തിന് വേണ്ടിയാ, അത് നേടാൻ വേണ്ടിയാ. നമ്മൾ കഴിക്കുന്ന ആഹാരം അവന്റെയാ, സഞ്ചരിക്കുന്ന കാർ അവന്റെയാ. എന്തിന്? നിന്റെ അച്ഛൻ ശ്വസിക്കുന്ന ശ്വാസം പോലും എന്റെ ഏട്ടൻ കൊടുത്ത ഭിക്ഷയാ. അവൻ എന്റെ ഏട്ടന്റെ മോനാ, സിംഹക്കുട്ടിയാ. ഒരെണ്ണ ഇട്ട് തന്നാണല്ലോ, രണ്ടാമതൊന്നും വേണ്ടി വരില്ല. ഇന്നിപ്പോ ഞാനും അന്നെന്റെ അച്ഛനും നിങ്ങളെ വെറുതെ വിട്ടത് ഒരേ ഒരു കാരണം കൊണ്ടാ. നിങ്ങൾ എന്റെ ആന്റിയുടെ കഴുത്തിൽ താലി കെട്ടിപ്പോയതുകൊണ്ട് മാത്രം. ഇല്ലായിരുന്നെങ്കിൽ തന്റെ ഈ തല എന്റെ അച്ഛനെ എടുക്കാതെ വിട്ടെങ്കിലും ഇന്നിപ്പോ ഞാനെങ്കിലും അർത്ഥം മുറിച്ചെടുത്തേനെ. പോടാ. നോക്ക്, വരുന്ന 21-ാം തീയതി രഥോത്സവത്തിന്റെ അന്ന് തന്റെ മോളെ ഒരു കല്യാണ പെണ്ണാക്കി ഒരുക്കി താൻ ചോളവാരത്തേക്ക് കൊണ്ടുവന്നിരിക്കണം. എല്ലാ സ്വത്തുക്കളും എന്റെ പേരിലാക്കിയ ശേഷം ആ ദിവസം എന്റെ അച്ഛന്റെ ലക്ഷ്യം നിറവേറിയിരിക്കണം. നടക്കാതെ പോയാൽ ഞാൻ എന്റെ അച്ഛനെ പോലെ ഒരിക്കൽ കൂടെ ക്ഷമിക്കില്ലെന്ന് നീ ഓർത്തോ.
മോളെ മഹി. ഓ സീതേ, മോളെവിടെ? അവൾ ബണ്ണിയെ കാണാൻ പോയി. സോറി ബണ്ണി, ഞാൻ ഒന്നും അറിയാതെ നിന്നെ തെറ്റിദ്ധരിച്ചു പോയി. ഐ എം റിയലി സോറി. സ്നേഹത്തിനിടയിൽ ഇങ്ങനെ തെറ്റിദ്ധാരണ ഉണ്ടായി പിന്നീട് തിരിച്ചറിയുകയാണെങ്കിൽ അതിന്റെ സ്ട്രെങ്ത് കൂടും. ബണ്ണി, എന്തിനാ അർജന്റായിട്ട് വരാൻ പറഞ്ഞത്? ആ ക്രിക്കറ്റ് കളിക്കാൻ വേണ്ടിയാ. നീ അന്ന് കൊന്നത് രാജരാമവർമ്മയുടെ മകനെയല്ല, രാമചന്ദ്രന്റെ മകനെയാ. ഓഹോ, അതിന്? ഓ അതിന്? ഓ അവൻ എത്ര സിമ്പിൾ ആയിട്ടാ ചോദിക്കുന്നത് കണ്ടില്ലടാ. കണ്ണില്ലാതെ എങ്ങനെ കാണാനാണ്? ഓ ഇവനെ ഇന്ന് ഞാൻ അതിനിങ്ങനെ ആവശ്യമില്ലാതെ ടെൻഷൻ അടിക്കുന്ന എന്തിനാ? ഇപ്പൊ അവൻ എങ്ങ് കൊന്നാ പോരെ? പറഞ്ഞപ്പോ അങ്ങ് തീർന്നു. അവനിപ്പോ വെറും കൊച്ചു പയ്യനല്ല, 6 അടി ഉയരമുള്ള ആറ്റം ബോംബാ. ഓ അവന്റെ കാര്യം ഓർക്കുമ്പോ തന്നെ എന്റെ തല പെരുക്കുക. അവനത്ര നിസ്സാരക്കാരൊന്നും അല്ലടോ. ഞാനും അത്ര നിസ്സാരക്കാരനൊന്നും അല്ലല്ലോ. ആ എന്നാ ചെന്ന് കൊല്ല്. അത് കഴിഞ്ഞ് എന്നെ ഒന്ന് കാണും. ഇത്ര കാലവും നിങ്ങൾ പറഞ്ഞതെല്ലാം ഞാൻ ചെയ്തിട്ടുണ്ട്. എന്നിട്ടും ചെരുപ്പിന് സമമേ കണ്ടിട്ടുള്ളൂ. ഇപ്പോൾ ഞാൻ പറയുന്നത് നിങ്ങൾ ചെയ്യണം. എന്താ അത്? നിങ്ങളുടെ മകളെ എന്റെ മകനെ കൊണ്ട് കല്യാണം കഴിപ്പിക്കണം. നീ 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 നിന്റെ മകൻ എന്റെ മകളെയോ? അത് തന്നെയാ പറഞ്ഞത്. നിങ്ങൾക്കിതല്ലാതെ വേറെ വഴിയൊന്നുമില്ല. അവൻ ജീവിച്ചിരിക്കുമ്പോ ഇതൊന്നും നടക്കാൻ പോകുന്നില്ലടാ. ഈ കല്യാണം നടന്നു കഴിഞ്ഞാലേ ഞാൻ അവനെ കൊല്ലൂ. അണ്ണാ, ബണ്ണിയെ കുറിച്ചൊന്നും അറിഞ്ഞൂടാത്തോണ്ട് അയാൾ ഇങ്ങനെയൊക്കെ പറയുന്നത്. കൊല്ലുന്നത് അവനായിരിക്കും. Shut up. നിങ്ങൾ പറ, എന്തു ചെയ്യണം? എന്തിനാ ഇത്ര ആലോചിക്കുന്നത്? എന്റെ ഈ സ്നേഹത്തെ ശത്രുതയാക്കി മാറ്റുന്നതിനേക്കാൾ ബന്ധുത്വമാക്കി മാറ്റുന്നതല്ലേ നിങ്ങൾക്ക് നല്ലത്? എന്ത് ചെയ്യാനാ മോളെ? നിന്നെ ഏതെങ്കിലും ടാറ്റയുടെയോ ബിർളയുടെയോ കുടുംബത്തിലേക്ക് ആകാശത്തിന് ഭൂമിക്ക് ഇടയിൽ വെച്ച് കല്യാണം നടത്തി അയക്കണമെന്നായിരുന്നു. കഴിഞ്ഞില്ല ഈ ഡാഡിക്ക്. ഡാഡി വിഷമിക്കണ്ട, ഈ കല്യാണം നടക്കില്ല. എന്താടി ഇതിൽ നീ വല്ലതും പ്ലാൻ ചെയ്ത് വെച്ചിട്ടുണ്ടോ? തീർച്ചയായും ബണ്ണി ഇവിടെ വരികയും ഇവളെയും കൊണ്ട് പോവുകയും ചെയ്യും. അതാ ഉദ്ദേശമെങ്കിൽ വരണ്ടെന്ന് പറ. വന്നാ തിരിച്ചു പോവില്ല. ആ മഹാദേവനുണ്ടല്ലോ, മനുഷ്യനല്ല മൃഗവാ. ആ മൃഗം നിങ്ങളെ തിന്നാതെ നോക്കിക്കോ. നോക്കിക്കൊള്ളാവടി. നീ കണ്ടോ അവൻ വന്നാ എങ്ങനെ തിരിച്ചു പോകുന്നെന്ന് കാണാലോ. എന്താടാ അറേഞ്ച്മെന്റ്സ് ഒക്കെ ഓക്കെ ആണല്ലോ അല്ലേ? ഇതുവരെ എല്ലാം കറക്റ്റ് ആണ്. കല്യാണം കൂടാൻ വന്നവരുടെ ഇടയിലെല്ലാം മഹാദേവന്റെ ആൾക്കാരെ സത്യ അണ്ണാ. എടാ സത്യ, എനിക്ക് ഈ കല്യാണം നടക്കുമെന്ന് തോന്നുന്നില്ലടാ. അണ്ണ ഇവിടെ ഉണ്ടായിരുന്ന അണ്ണ ഞാൻ ചുമ്മാ പറഞ്ഞ അണ്ണ. എടാ സത്യ, അമ്മയുടെ മുഖത്ത് സന്തോഷമാണോ അതോ സങ്കടമാണോ നോക്കി പറയടാ. സന്തോഷമാണ്. എന്നാ ബെണ്ണി തീർച്ചയായും വരികയും ചെയ്യും, കല്യാണം മുടക്കും. അണ്ണാ, ആ ബണ്ണി വരുന്നുണ്ടോ? ഇനി ഇവിടെ നടക്കുന്നതല്ല ഒരു ക്രിക്കറ്റ് കമന്ററി പോലെ നീ എനിക്ക് പറഞ്ഞു തരണേ. അണ്ണാ, അവൻ വലിയ ഹീറോയെ പോലെ ചോക്ലേറ്റിൽ നിന്ന് മോളെ സൈറ്റ് അടിച്ച് കാണിക്കുക. കയ്യും കാലും വിറയ്ക്കുന്നുണ്ടോ നോക്ക്. അവന് യാതൊരു വിറയിലും ഇല്ല. ഞാൻ ചോദിച്ച അണ്ണന്റെ കാര്യമാടാ. വെളിച്ചപ്പാടിനെ കൂട്ട് വിറയ്ക്കുവാണ്ണ. ഇതെങ്ങനെയാ കാണാതെ അണ്ണന് മനസ്സിലായത്? എക്സ്പെക്ട് ചെയ്തതാ. എന്നാ തീർത്തേക്കട്ടെ. താലികെട്ടിന് മുമ്പ് നമ്മൾ എന്തെങ്കിലും ചെയ്താൽ ഈ സോമരാജ് തന്നെ നമുക്കെതിരെ തിരിഞ്ഞേക്കും. നോക്കാം അവൻ എന്താ ചെയ്യുന്നെന്ന്. ഇത് നിന്റെ വെറും ഹോസ്റ്റലാണെന്ന് കരുതരുത്. ഇത് പുലിമടയാണെന്ന് നീ ഓർത്തോ? കാടാണോ പുലിമടയാണെന്നോ സിംഹക്കുട്ടികൾ നോക്കാറില്ല. അണ്ണാ, അണ്ണാ,
ഇത് ഇവന്റെ ഡയലോഗൊന്നുമല്ല, പഴയ നടൻ ജയന്റെയാ. ഇനി വേഗം വധുവരന്മാര് പോയി കല്യാണ വസ്ത്രങ്ങൾ മാറി വരിക. മോളെ മഹി. എന്താ ഡാഡി? ഓ, എന്തൊക്കെയാടാ നടക്കുന്നത്? എന്തോ നടക്കുന്നുണ്ട്, പക്ഷെ എന്താണെന്ന് മനസ്സിലാവുന്നില്ല. മോളെ. ആ ആ ഇനി വധുവരന്മാരെ കൊണ്ടുവരിക. ആ ആ മോളെ. 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 മോളെ കഥ തുറക്ക്. മോളെ. മോളെ കഥ തുറക്ക്. മോളെ. മോളെ. മോളെ കഥ തുറക്ക്. എന്തിനാ ബഹളം വെക്കുന്നത്? എന്താ ഡാഡി കാണിക്കുന്നത്? അല്ല മോളെ, മുഹൂർത്തത്തിന് സമയമായി. അണ്ണാ, കല്യാണ ചെറുക്കനെ കിഡ്നാപ്പ് ചെയ്തോണ്ട് പോയണ്ണ. മോനെ എടാ നിക്ക്, അവനെ ഒന്നും ചെയ്യരുത്. എന്റെ മോനിപ്പോൾ അവന്റെ കസ്റ്റഡിയിലാ. നിങ്ങൾക്ക് ബുദ്ധിയുണ്ട് സാർ. സോമരാജ്, നിങ്ങൾക്കൊരു മനുഷ്യനായി മാറാനുള്ള അവസാനത്തെ ചാൻസ് ആയത്. മാറണം. എന്നിട്ട് ഞാൻ പറഞ്ഞ പോലെ ചോളവാരത്തേക്ക് വാ. വന്നില്ലെങ്കിൽ നീ വിളിച്ചോണ്ട് വാ. ഇല്ലെങ്കിൽ നിന്റെ ഒരേ ഒരു മകനുണ്ടല്ലോ, അവനെ നീ ഇനി കാണില്ല. ബൈ.